ചേട്ടൻ ബാബു രണ്ടുപേരും ഒരുമിച്ച് നമ്മുടെ കമ്പനിയുടെ പ്രസ്റ്റീജിയസ് ഡയമണ്ട് ക്ലബിലേക്ക് ജോയിൻ ചെയ്തു. എന്താ കാരണം എന്നറിയോ? അവിടെയാണ് ഞാൻ ആ പ്രയോറിറ്റിയുടെ പ്രാധാന്യം ഞാൻ പഠിച്ചത്, മനസ്സിലാക്കിയത്. എന്താ പ്രയോറിറ്റി? ഈ ചങ്ങാതി സൗദിയിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ബിസിനസ്സും പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ കിട്ടുന്ന സമയം 1 മിനിറ്റ് കിട്ടിയാൽ, ഒരു 10 മിനിറ്റ് കിട്ടിയാൽ, 1 മണിക്കൂർ കിട്ടിയാൽ ഉടനടി അദ്ദേഹം മോദിക്കാരാണ് അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനൊപ്പം തന്നെ, ജോലിയുടെ ഒപ്പം തന്നെ ബിസിനസ്സിനെ അത്രയും സീരിയസ് ആയിട്ട് എടുത്ത് അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി ഫിക്സ് ചെയ്തു. മുൻഗണന കൊടുക്കാൻ തയ്യാറായി. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രോഗ്രാമുകളും മീറ്റിങ്ങുകളും ഒക്കെ നിരന്തരം സമയാസമയങ്ങളിൽ അറ്റൻഡ് ചെയ്ത് അദ്ദേഹം കൃത്യമായ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് അങ്ങ് സൗദിയിൽ ഇരുന്നു കൊണ്ട് കമ്പനിയുടെ റെഡ് ഡയമണ്ട് ടൈറ്റിൽ വിൻ ചെയ്തു. ഇതാണ് പ്രയോറിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് വിജയിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വരുന്നതെങ്കിൽ, പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനോ പ്രോഡക്റ്റിന്റെ ബെനിഫിറ്റ്സ് ആസ്വദിക്കാനോ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതൊന്നും ബാധകമല്ല. അതല്ല, ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് ഒരു വലിയ വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ബിസിനസ് ഡിമാൻഡ് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ഒരു വ്യക്തത നമ്മൾ കൊണ്ടുവരണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 3 കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു. നമ്പർ 1, അതിശക്തമായ ഒരു റീസൺ നമ്മൾ കണ്ടെത്തണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിശക്തമായ ഒരു റീസൺ ഉണ്ടായിരുന്നു. ബിക്കോസ് ഐ എം കമ്മിങ് ഫ്രം എ വെരി ഓർഡിനറി ബാക്ക്ഗ്രൗണ്ട്. വളരെ സാധാരണ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറെ കൂടി നല്ല ഒരു സ്വാതന്ത്ര്യം, ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം, കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കിയേ മതിയാകൂ എന്ന് പറയുന്ന ഒരു അതിശക്തമായ ഒരു കാരണം എനിക്കുണ്ടായിരുന്നു. രണ്ടാമത്തെ എലിജിബിലിറ്റി, പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. ഈ ബിസിനസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ചോദിച്ച് പഠിക്കണം. അതിന് യാതൊരു ഈഗോ വിചാരിക്കേണ്ട കാര്യമില്ല, അതിന് കോംപ്ലക്സ് വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ക്വാളിഫിക്കേഷൻ കുറവായിരിക്കാം, എക്സ്പീരിയൻസ് കുറവായിരിക്കാം, സർട്ടിഫിക്കേഷൻസ് കുറവായിരിക്കാം. നോ പ്രോബ്ലം. പഠിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് വേണം. മൂന്നാമത്തത്, നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങൾ തീരുമാനിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ബിസിനസ്സിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. ബിക്കോസ് ഈ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഫ്രീ എന്റർപ്രൈസസ് ആണ്. ഫ്രീ എന്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. അപ്പൊ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ നിങ്ങളുടെ മുൻഗണനകൾ തീരുമാനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ബിസിനസ് നമ്മുടെ കൈവിട്ടു പോകും. നമ്മളൊരു പരാജിതനായ ഒരു വ്യക്തിയായിട്ട് മാറും. നമ്മൾ ഈ ബിസിനസിന്റെ ശരിയായിട്ടുള്ള ആ ഫ്രൂട്ട് നമുക്ക് ആസ്വദിക്കാൻ നമുക്ക് കഴിയില്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള ബിസിനസ്സിലേക്ക് വരുന്നത് നമ്മളെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അസാധാരണമായ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുമ്പോൾ, അസാധാരണമായ രീതിയിലേക്ക് നമുക്ക് മാറാൻ കഴിയുമ്പോഴാണ് ഈ ബിസിനസ് നമ്മളെ മാറ്റിമറിക്കുന്നത്. ഇനിയും പറയാൻ ഒരുപാടുണ്ട്, പക്ഷെ ഞാൻ തൽക്കാലം പറയുന്നില്ല. കാരണം ഈ പറഞ്ഞ 3 കാര്യങ്ങൾ തന്നെ പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? ഹലോ? അല്ല, ഈ പറഞ്ഞ 3 കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു ഹെർക്കൂലിയൻ ടാസ്കാണ്. ശരിയല്ലേ? എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയുന്ന ഒരു കാര്യം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ, ദ മോസ്റ്റ് പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് മോദിക്കർ എന്ന് പറയുന്നത്. വളരെ ശക്തമായ ഒരു ബിസിനസ് മോഡലാണ്. ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കുക, ആത്മാർത്ഥമായിട്ട് ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പറ്റം ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് മോഡലാണ്. കഴിഞ്ഞ 25 കൊല്ലത്തിലധികമായിട്ട് മോദിക്കർ ബിസിനസ്സിൽ നിന്ന് മാത്രം വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി വ്യക്തികളെ എനിക്ക് കേരളത്തിലും പുറത്തും എനിക്ക് പരിചയമുണ്ട്. ടെക്നോളജിയുടെ സാധ്യതകൾ ഇല്ലാത്ത കാലത്ത്, വാട്സപ്പിന്റെയും യൂട്യൂബിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും സപ്പോർട്ട് ഇല്ലാതിരുന്ന കാലത്ത്, മൊബൈൽ ഫോണിന്റെ സപ്പോർട്ട് ഇല്ലാതിരുന്ന കാലത്ത് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് ഇന്ന് ഈ പറയുന്ന കാര്യങ്ങളുടെ മുഴുവൻ സപ്പോർട്ട് ഉണ്ടാകുന്ന സമയത്ത് ബിസിനസ് ശരിക്കും ഒരു 10 മടങ്ങ് വേഗതയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും നമ്മളെല്ലാം നമ്മുടേതായിട്ടുള്ള എക്സ്ക്യൂസസും നമ്മുടേതായിട്ടുള്ള ഒഴിവ് കഴിവുകളും പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഭാവിക്ക് നേരെ നമ്മൾ കണ്ണടക്കുകയാണെങ്കിൽ അതാണ് നിങ്ങളുടെ വിധിയെന്ന് കരുതി നിങ്ങൾ സമാധാനിക്കുക. വേറെ എന്ത് പറയാൻ പറ്റും? എന്റെ വിധി ഇതാണെന്ന് പറഞ്ഞ് നിങ്ങൾ സമാധാനിക്കുക. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിപ്പിച്ച അച്ഛനെയോ അമ്മയെയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറ്റം പറയാം. ജനിച്ച തറവാടിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറ്റം പറയാം. വേണമെങ്കിൽ ഗവൺമെന്റിനെ നിങ്ങൾക്ക് തെറി വിളിക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എല്ലാത്തിനും അപ്പുറത്ത് ഉത്തരവാദിത്തം എന്റെയോ
അല്ലെങ്കിൽ എൻ്റെ മാത്രമായിട്ടോ ഞാൻ കാണാൻ ഞാൻ തയ്യാറാവും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? സാഹചര്യങ്ങൾ അത്രമാത്രം അനുകൂലമാണ്, മനസ്സിലാക്കുക. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ റിയലൈസ് ചെയ്തൊരു പോയിന്റ് ഉണ്ട്. എന്താണെന്നറിയോ? ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. സംശയമുണ്ടോ? ഇല്ല. ഹെൽത്ത് ഈസ് വെൽത്ത്. ഹെൽത്ത് ഈസ് വെൽത്ത്. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത് നമുക്ക് വിവരിച്ചെഴുതാൻ വേണ്ടി തരുന്ന ഒരു സെന്റൻസ് ആയിരുന്നു, ഹെൽത്ത് ഈസ് വെൽത്ത് എന്നൊക്കെ പറയുന്നത്. ഇന്ന് അങ്ങനെയാണോ? ഇന്നതൊരു 1000 തവണ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഹെൽത്ത് ഈസ് വെൽത്ത്. ഹെൽത്ത് ഈസ് വെൽത്ത്. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ മോദി കെയർ പോലൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ മോദി കെയർ പോലൊരു കമ്പനി നമുക്ക് തരുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇത്രമാത്രം ആരോഗ്യത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു മേഖലയുണ്ടോ? വേറെ ഉണ്ടോ? ഇല്ല. എത്രയോ 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 റിസൾട്ടുകളാണ് നമ്മുടെ ചുറ്റും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അതുവഴി നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കുകയും നമുക്ക് കൃത്യമായ അനുഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലൂടെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ജീവിത മാറ്റം എന്ന് പറയുന്നത് അതിന്ന് മോദി കെയറിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്തിനിവിടേക്ക് വന്നു എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തത ഇല്ലെങ്കിൽ, ബിസിനസ്സിൽ വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ധാരണയില്ലെങ്കിൽ, എന്തൊക്കെ എലിജിബിലിറ്റീസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ എനിക്ക് വേണ്ടതെന്ന കാര്യത്തിൽ ഒരു കൃത്യതയില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഈ ബിസിനസ്സിൽ തോറ്റുപോകും. അപ്പൊ അതുകൊണ്ട് ശക്തമായ കാരണങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക. ശക്തമായ കാരണങ്ങൾ. ഒരു കൊടുങ്കാറ്റ് വന്നാൽ, ഒരു ചുഴലിക്കാറ്റ് വന്നാൽ, ഒരു സുനാമി വന്നാൽ ഒരിക്കലും ആ കാരണങ്ങളിൽ നിന്ന് ഒരടി പോലും നിങ്ങൾ പിന്നോട്ട് പോകാൻ നിങ്ങൾ പാടില്ല. അത്രമാത്രം അതിശക്തമായ കാരണങ്ങൾ വേണം. കാരണം ഈ ബിസിനസ്സിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആരും വരുന്നില്ല. Nobody monitoring you. There is no supervisors. There is no monitoring അതോറിറ്റി. നിങ്ങൾ ആരും മോണിറ്റർ ചെയ്യുന്നില്ല. നിങ്ങൾ മാത്രമാണ് മോണിറ്റർ ചെയ്യുന്നത്. കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ബിസിനസ്സിൽ പരാജയപ്പെടുന്ന ആളുകളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ? പറയട്ടെ അവരെന്നും ഒരു യുദ്ധത്തിലാണ്. എന്താണ്? ബിസിനസ്സിൽ പരാജയപ്പെടുന്ന ആളുകൾ എന്നും ഒരു യുദ്ധത്തിലാണ്. ആരോടാണ് അവർ യുദ്ധം ചെയ്യുന്നത്? ആരോടാ യുദ്ധം ചെയ്യുന്നത്? ആരോടുമല്ല, അവനോട് തന്നെ എന്നും യുദ്ധത്തിലാണ്. എങ്ങനെ? പോണോ പോണ്ട, പോണോ പോണ്ട, പറയണ്ടേ, വിളിക്കണോ വിളിക്കണ്ടേ, വിളിച്ചപ്പോ എന്താവും, വിളിച്ചില്ലെങ്കിൽ എന്താവും, മെസ്സേജ് അയക്കണ്ടേ. ഹലോ കഴിഞ്ഞ 4 കൊല്ലം 5 കൊല്ലമായിട്ട് ഇമാതിരി യുദ്ധം ചെയ്യുന്ന കുറെ ആൾക്കാർ എനിക്കറിയാം. ആരോടാ യുദ്ധം ചെയ്യണേ? അവരോട്. ഹലോ, ഇത് പെട്ടെന്ന് മനസ്സിലായല്ലോ. ഇന്ന് കണ്ണൂര് മീറ്റിംഗ് ഉണ്ട്. പോണോ വേണ്ട? പോണോ വേണ്ട? മൊബൈൽ എടുത്തു, കിടക്കണോ മെസ്സേജ്, പോവാ. എന്നും യുദ്ധത്തിലാണ്. അവര് യുദ്ധം ചെയ്ത് ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളോട് തന്നെ യുദ്ധം ചെയ്തിട്ട് ആര് ജയിച്ചാലും കണക്കാണ്. കാരണം എന്താ? ഒരാൾ തോന്നും. ഹലോ, അപ്പൊ ഏറ്റവും നല്ലത് എന്താ? യുദ്ധത്തിൽ ജയിക്കലാണോ യുദ്ധം ഒഴിവാക്കലാണോ നല്ലത്? ആ ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളൂ. എന്റെ തല നിറച്ച് ബുദ്ധിയാണ്, അതുകൊണ്ടാണ് പറയണത്. കേട്ടില്ല? മോൻ എന്തെങ്കിലും പറഞ്ഞോ? ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് യുദ്ധം ചെയ്ത് തോറ്റു പോണ ഒരുപാട് മണ്ടന്മാരുണ്ട് എന്റെ ടീമിൽ. വേറെ ആരുടെയും കാര്യം എനിക്കറിയില്ല. ഭയങ്കര യുദ്ധമാണ്. എന്നിട്ട് ഈ യുദ്ധത്തിൽ നിന്ന് ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടലും ചീറ്റിലൊക്കെ പുറത്തു വരുമ്പോൾ അതൊക്കെയാണ് ഭർത്താവിനും ഭാര്യയ്ക്കൊക്കെ ഇടയ്ക്ക് കിട്ടണം, മക്കൾക്കൊക്കെ കിട്ടും. കാരണം ഇവന്റെ ഉള്ളിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൂടെയുള്ള പലരും പല ടൈറ്റിലും വിൻ ചെയ്യുന്നു, പലതും അച്ചീവ് ചെയ്യുന്നു, പ്രോഗ്രാമുകൾ കാണുന്നു. അപ്പൊ യുദ്ധത്തിന്റെ വീര്യം കൂടും. ഓഹോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. 2 ദിവസം കഴിഞ്ഞ് തണുത്തു, അത് കുഴപ്പം. പിന്നെ വീണ്ടും യുദ്ധം. വേണോ വേണ്ടേ, ചെയ്യണോ, കാർ എടുക്കണ്ടേ,
ടൂർ പോകണം, മലേഷ്യയിൽ പോകണം. അത് വേണ്ട. ഈ യുദ്ധം തന്നെ യുദ്ധം. അവസാനം യുദ്ധം ചെയ്ത് തളർന്നു. ആര് തളർന്നു? നമ്മൾ തന്നെ തളർന്നു. ഈ യുദ്ധത്തിൽ ആര് ജയിച്ചാലും പ്രശ്നമാണ്. ഈ യുദ്ധത്തിൽ ആര് ജയിച്ചാലും പ്രശ്നമാണ്. കാരണം പരാജയപ്പെട്ടാൽ പിന്നെന്ത് ചെയ്യും? വീണ്ടും കുറച്ച് കളികളുടെ തലപൊക്കും. അപ്പൊ വീണ്ടും യുദ്ധം ചെയ്യണം. ഇങ്ങനെ വർഷങ്ങളായിട്ട് യുദ്ധം ചെയ്യുന്ന കുറെ ആത്മാക്കളെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മരിച്ചു പോയിട്ട് കാലം കുറെ, ഇപ്പൊ പ്രേതങ്ങളാണ്. ഞാൻ എൻ്റെ ബിസിനസ്സിൽ ഇങ്ങനെ കുറെ ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. കണ്ണൂരുണ്ട് അങ്ങനത്തെ കുറെ ആൾക്കാർ. ഈ ഹാളിൽ ഉണ്ടെന്നുള്ളത് ഞാൻ പറയുന്നില്ല. യുദ്ധം തന്നെ യുദ്ധം. നിങ്ങൾ പറ, നമ്മൾ യുദ്ധം ചെയ്യണോ അതോ യുദ്ധം ഒഴിവാക്കണം? വെരി ഗുഡ് മോൺ. അവന് ബുദ്ധിയുണ്ട്. എന്തൊക്കെയാണല്ലോ അങ്ങനെ പറഞ്ഞല്ലോ അവൻ. സാധാരണ കുട്ടികൾക്കൊക്കെ യുദ്ധം ചെയ്യാനാണ് ഇഷ്ടമുണ്ടാവും. ആ യുദ്ധം ഒഴിവാക്കണം എന്ന് പറഞ്ഞു. പല ആൾക്കാരും, ഞാനിത് കാര്യമായിട്ട് പറയാണ്, നമുക്ക് തമാശ രൂപയാണ് ഞാൻ പറഞ്ഞെങ്കിലും പല ആൾക്കാരും പല ആളുകളും അവനവനോട് തന്നെ യുദ്ധത്തിലാണ്. എന്തും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൂടുമ്പോൾ, പ്രശ്നങ്ങൾ കൂടുമ്പോൾ ഈ യുദ്ധത്തിന്റെ തീവ്രത കൂടും. അങ്ങനെ യുദ്ധം ചെയ്ത് തളർന്നു പോവാണ് പല ആളുകൾ. അതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്തിനാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്? ഇതിന്റെ ഡെപ്ത് എന്താണ്? ഒരു അത്രമാത്രം പൊട്ടൻഷ്യൽ ഉണ്ടോ? ഫ്യൂച്ചർ ഉണ്ടോ? ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമോ? പോസിബിലിറ്റീസ് എന്തുമാത്രം വലുതാണ്? ഇന്ന് നമുക്ക് വളരാൻ ആവശ്യമായ ഒരുപാട് സാഹചര്യങ്ങൾ അവൈലബിൾ ആണ്, റിസോഴ്സസ് അവൈലബിൾ ആണ്. അപ്പൊ ഇത് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും? ഞാൻ എന്തിന് ഈ ബിസിനസ്സിലേക്ക് വന്നു? എന്റെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണ്? ഞാൻ എന്തൊക്കെ പഠിക്കേണ്ടതുണ്ട്? ഇത്തരത്തിലുള്ള എലിജിബിലിറ്റീസ് ഒക്കെ നമ്മളൊന്ന് കൃത്യമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് പറയാൻ കഴിയും ആസ് എ ബിസിനസ് കോച്ച് ഞാൻ ഒരുപാട് ബിസിനസ്സുകൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ കഴിയും. ഡയറക്ട് സെല്ലിംഗ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബിസിനസ് മോഡൽ ആൻഡ് മോദികെയർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ക്രെഡിബിൾ കമ്പനി നൗ ഇൻ ഇന്ത്യ, മൈ ഡിയർ ഫ്രണ്ട്സ്.